ടീച്ചറാണോ? ഞാൻ വിചാരിച്ചു കണ്ടിട്ട് ഒരു സ്റ്റുഡന്റ് ആണെന്ന് വിചാരിച്ചു. എന്താ പഠിപ്പിക്കണേ? ബയോളജി. ആ കുട്ടികളുടെയൊക്കെ ഭാവി എന്താ ഇപ്പൊ പഠിപ്പിച്ച? ഇതില് ഇപ്പൊ തന്നെ എക്സൈറ്റ്മെന്റ്, ഇതിലും വലിയ ഞെട്ടിക്കാൻ പോവാണ് ഞാൻ. ഹലോ, ഹായ് ഹസീന. എന്നെ മനസ്സിലായോ? എവിടെ, വീട്ടിലാണോ? എവിടെയാ വീട്? വയനാട്. അറിയാം, ഞാൻ വന്നിരുന്നു. എന്തെടുക്ക? ഭക്ഷണം കഴിച്ചാ? എന്താ കറിയുന്നത്? ബിരിയാണിയാണോ? സാമ്പാർ മാത്രം? ഓക്കെ. ഞാൻ എന്തിനാ വിളിച്ചതെന്ന് മനസ്സിലായോ? ഞാൻ വിളിച്ചിരുന്നു അല്ലേ? എനിക്ക് തെറ്റി. ഞാൻ കൊറേ പേരെങ്ങനെ ഡെയിലി വിളിക്കുന്നോണ്ട് ചിലപ്പോ അങ്ങോട്ട് തെറ്റിപ്പോയി കാണാം. ഓക്കെ. നിങ്ങൾക്ക് ഒരു പഞ്ച് തരാൻ പോവാ. ഈ പഞ്ചല്ല, ടാറ്റ പഞ്ച് തരാൻ പോവാണ്. കാറ്. ഡ്രൈവിംഗ് ഒക്കെ അറിയാവോ? അപ്പൊ ഒരു ഇൻഷുറൻസ് എടുത്തിട്ട് ഓടിക്കണേ. പിന്നെ കഴിയാവുന്ന വല്ല ബന്ധ ദിവസമൊക്കെ ഓടിച്ചാൽ മതി. ആൾക്കാർ അധികമുള്ള ദിവസം ഓടിക്കാൻ നിൽക്കണ്ട. നാട്ടുകാരൊക്കെ ജീവിച്ചോട്ടെ. എന്താ ചെയ്യണേ? വീട്ടിൽ ഹൗസ് വൈഫാണോ? ഹസ്ബൻഡ് എന്ത് ചെയ്യുന്ന? സൗദിയിലാ? പിന്നെ ആരൊക്കെയാ വീട്ടിലെ? അതെ, ഇനിയിപ്പോ നേരിട്ട് കാണാനുള്ള ഒരു മോഹമുണ്ട്, അതിനാ വിളിച്ചത്. ഒരു ദിവസം വിളിച്ചോന്ന് രാത്രി കറണ്ട് ഇല്ല, അപ്പൊ കട്ടായി പോയി. പിന്നെ കുറച്ചു ദിവസം വിട്ടുപോയി, തിരക്കായിപ്പോ. പിന്നെ സൗദി പോയില്ലേ? പോയിരുന്നോ? അപ്പൊ എന്നാ കാറ് വാങ്ങാൻ സൗകര്യം? കാറടിച്ചിരിക്കാണ്. നമുക്കൊരു യാത്ര പോണോ? ഉമ്മയും എല്ലാവരും കൂടെ. എല്ലാവർക്കും കൂടെ നമുക്കൊരു ചെറിയ ട്രിപ്പൊക്കെ അടിക്കാം കാറില്. ഇതിപ്പോ നിങ്ങളുടെ വീടാണോ ഹസ്ബൻഡിന്റെ വീടാണോ? സ്ഥലം? നിങ്ങളുടെ വീട് എവിടെയാ? അടുത്തടുത്താണ്. ഓ, അപ്പൊ പ്രേമിച്ചതായിരിക്കും അല്ലേ? എത്ര അടുത്തായിട്ട്? മുമ്പ് കാണാറെങ്കിലും ഉണ്ടാവില്ല അല്ലേ? ഇല്ല, കണ്ടിട്ടില്ല. നമ്മളിങ്ങോട്ട് കല്യാണം കഴിഞ്ഞിട്ടാണ് ഈ സ്ഥലം കാണുന്നത്. ആണോ? ഇത്ര അടുത്ത് കിടന്നിട്ടോ? അങ്ങോട്ട് വന്നിട്ടില്ല. ശരി. എന്തേലും എന്നോട് പറയണ്ട. ചായപ്പൊടി എവിടുന്നാ വാങ്ങിച്ചത്? കടുവഞ്ചാല്. ആണോ? മറക്കാണ്ട് 3 നേരം കുടിക്കണേ. മരുന്ന് കഴിച്ചില്ലേലും ചായ 3 നേരം കുടിക്കണേ. രാവിലെ അല്ലേ? പാലൊഴിച്ചാണോ കുടിക്കാറ്? എല്ലാവരും നല്ല അഭിപ്രായം പറയണേ ചായക്ക്. എനിക്ക് എന്നെ കുറിച്ച് അത്ര അഭിപ്രായം പറയുന്നില്ലേലും ചായയെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. അങ്ങനെയാണോ? റഹീം. ഇടയ്ക്ക് അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ. അത് സൗദിയിലാണല്ലോ. അപ്പൊ മുടങ്ങാതെ ചായ കുടിക്കൂ. മോളുടെ പേരെന്താ? സെൻസ. എന്താ സ്പെല്ലിംഗ്? കെൻസ. കൂടിയ പേരാണല്ലോ. എന്തിനാ പഠിക്കണേ? അതല്ല, എന്തിനാ പഠിക്കണേന്ന്. എന്താവാൻ വേണ്ടിട്ടാ? ഡോക്ടറാണോ? അല്ലോ ഉമ്മയെ പോലെ അമ്മയാവാനാണോ? ഓടിയാ? പോയിട്ടില്ലേ അല്ലേ? അവിടെയൊക്കെ സ്കൂളൊക്കെ തുടങ്ങിയോ? ക്ലാസ്സൊക്കെ തുടങ്ങിയില്ലേ? കുഴപ്പമില്ല അല്ലേ? ആയിക്കോട്ടെ. അപ്പൊ ശരി, കാണാം. ഡേറ്റ് അറിയിക്കാം. നിങ്ങൾ പറ എപ്പോഴാണ് സൗകര്യം കേട്ടോ. താങ്ക് യു. ബൈ. ഹലോ, ഹായ്. അറിയോ? ആരാ? എന്താ സുഖാണോ?
എന്താ വെള്ളത്തിൽ വീണ പോലെ? സർപ്രൈസ്. എങ്ങനെ എന്റെ നമ്പർ കിട്ടി, എന്നെ എന്തിനീ രാത്രി വിളിച്ചു എന്നൊക്കെ പല പല ചിന്തകളാണ് അല്ലേ? ഇത് ഒറിജിനൽ ബോച്ച തന്നെയാണ്. സംശയം. മീര അല്ലേ? എന്താ ചെയ്യണേ മീര? ടീച്ചറാണോ? ഞാൻ വിചാരിച്ചു കണ്ടിട്ട് ഒരു സ്റ്റുഡന്റ് ആണെന്ന് വിചാരിച്ചു. എന്താ പഠിപ്പിക്കണേ? ബയോളജി. ആ കുട്ടികളുടെയൊക്കെ ഭാവി എന്താ ഇപ്പൊ പഠിപ്പിച്ച? ഇതില് ഇപ്പൊ തന്നെ എക്സൈറ്റ്മെന്റ്, ഇതിലും വലിയ ഞെട്ടിക്കാൻ പോവാണ് ഞാൻ. മീര ബോച്ചെ ടീ വാങ്ങി, ബോച്ചെ ടീ ലക്കി ഡ്രോ ടിക്കറ്റിലൂടെ 10 ലക്ഷം അടിച്ചിരിക്കുകയാണ് മീരയ്ക്ക്. സന്തോഷ വാർത്ത അറിയിക്കാൻ വിളിച്ചത്. കറിയാണോ ചിരിക്കുകയാണോ? എന്നോട് താങ്ക് യു ഒന്നും പറയണ്ട. നിങ്ങള് ടീ വാങ്ങി ടിക്കറ്റ് എടുത്തു, നിങ്ങളുടെ സമയം ഭാഗ്യമായി 10 ലക്ഷം അടിച്ചു. എവിടെയാ സ്ഥലം എവിടെയാണ്? ആലപ്പുഴ. ഓക്കെ. ഈ ബയോളജിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പഠിപ്പിക്കുമ്പോ? എന്തെങ്കിലും എന്നെ വിളിച്ച് ചോദിച്ചാൽ മതി. ഓക്കെ. അപ്പോ എന്തൊക്കെയാണ് ഇനി 10 ലക്ഷം എന്താ ചെയ്യാൻ പോണത്? സർപ്രൈസ്. ലൈഫ് ഇറ്റ് സെൽഫ് സർപ്രൈസ്. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും സർപ്രൈസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്നാ എടുത്തത് ടിക്കറ്റ്? എന്നും എടുക്കണുണ്ടോ? ഓക്കെ. എങ്ങനെയുണ്ട് ബോച്ചെ ടീ? ടേസ്റ്റ് ഉണ്ടോ? കടുപ്പുണ്ടോ? അല്ലെ എന്നെ പോലെ സ്വീറ്റ് ആണോ? വീട്ടിലാരൊക്കെ ഉള്ളത്? അല്ല, പേരൻസ് ഉണ്ടെന്ന് അറിയാം, എന്നാലും പേരൻസ് ഇല്ലാണ്ട് താനുണ്ടാവില്ലല്ലോ. പിന്നെ ബ്രദർ, സിസ്റ്റർ, അമ്മൂമ്മ അങ്ങനെയൊക്കെ. ഓ ശരി. 2 മക്കളാണോ? ഓ ശരി. വേറെ ആരൊക്കെയുള്ളതെന്ന് കാണിട്ട് ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ. കിടന്നോ? ഈ 9 മണിക്കോ? 9:30? എത്ര സമയം? 9:30 മണിക്കോ? ആഹാ. ഓക്കെ. ചോദിക്കണ്ടേ മീര, ആരാടി രാത്രി വിളിക്കുന്നേ? ഏതവനാണ് വിളിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നില്ലേ കണ്ടിട്ട്? ചെക്ക് വാങ്ങാൻ വരുമ്പോ നമുക്ക് കാണാം.